സിയാസ്കർ ഇവിടെ ഓരോ കൊലപാതകം ഉണ്ടാകുമ്പോഴും നമ്മൾ ചർച്ച നടത്തുന്നു. സർക്കാർ പറയും അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്, അതിനുശേഷം പോലീസ് പിടിച്ചു, അന്വേഷണം ശരിയായ വഴിക്ക് നീങ്ങും എന്ന് നമ്മൾ ഓരോരോ കൊലപാതകത്തിനിടയിൽ കാണുന്നുണ്ട്. ഒരു സർക്കാർ മാത്രം ഈ ലഹരിയെ തടയുന്നതിൽ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന ആരോപണമില്ല. പക്ഷേ ഈ നാട്ടിൽ ഈ കഴിഞ്ഞ കാലത്തെ കൊലപാതകങ്ങൾ കണ്ടാൽ നമുക്ക് തലപെരുത്തു പോകുന്ന മട്ടിൽ അങ്ങേയറ്റം കുറ്റകൃത്യങ്ങളുടെ വർധനമാണ് ഉണ്ടാകുന്നത്. ഇപ്പം ഇന്നലെ ഏതോ പോലീസ് യോഗത്തിൽ നാട്ടിൽ കൊലപാതകങ്ങൾ കുറവാണ് എന്നാരോ വിലയിരുത്തുന്നുണ്ട് കേട്ടു. വ്യാജമാണ്, കൊലപാതക പെരുക്കം നമ്മൾ കാണുന്നുണ്ട്. ആത്യന്തികമായി ഒരു സോഷ്യൽ ജസ്റ്റിസ് ഉറപ്പാക്കേണ്ടത്, ഒരു പൗരൻ്റെ ജീവൻ ഉറപ്പാക്കേണ്ടത് ആത്യന്തികമായ ആരാണ്? ഭരണകൂടമാണ്, സർക്കാരാണ്. ഈ സർക്കാർ കൃത്യമായി പറയണ്ടേ ഈ നാടിന് പറ്റുന്നത് എന്താണ് എന്ന കാര്യം കൃത്യമായി പഠിച്ചു പറയണ്ടേ ശ്രീ ഭാസ്കർ? ഇതില് സംസ്ഥാന സർക്കാരിനെ മാത്രം നമുക്ക് ഇക്കാര്യത്തിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം സാമൂഹികമായിട്ടുള്ള ഒരു വലിയ വിപത്ത് തന്നെയാണ് നിലവിൽ നാം ഇപ്പോൾ കണ്ടുവരുന്ന ഈ വർദ്ധിച്ചു വരുന്ന കൊലപാതകങ്ങളുടെ എണ്ണം കൊണ്ട് കാണേണ്ടത്. ഒന്നാമത് നേരത്തെ രാഷ്ട്രീയ കൊലപാതകങ്ങളായിരുന്നുവെങ്കിൽ ഇപ്പോ ഈ കുടുംബങ്ങൾക്കുള്ളിൽ പോലും മുറികൾക്കുള്ളിൽ പോലും കൊലപാതകങ്ങൾ അരങ്ങേറുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഈ അഫാൻ നടത്തിയിട്ടുള്ള കൊലപാതകം എന്ന് പറയുന്നത് പാങ്ങോടും ചുള്ളിമാനൂരും പേരുമിലയും വെഞ്ഞാറമൂടുമായി ഇങ്ങനെ മണിക്കൂറുകൾ നീണ്ടൊരു കൊലപാതകം സ്വാഭാവികമായും കേട്ടുകേൾവി പോലുമില്ലാത്തതും നിയമചരിത്രത്തിൽ പരിശോധിച്ചാൽ അങ്ങനെ കാണാത്തതുമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. എന്തുകൊണ്ടെന്നാൽ ഒരു കൊലപാതകം ഒരുപക്ഷെ ഒന്നോ രണ്ടോ പേരെ ഒരുമിച്ച് കൊലപാതകം ചെയ്യുന്നതിന് ഒരു കുറ്റകൃത്യം നടക്കുന്നതിന് ഒരു കുറ്റവാളിക്ക് ചെയ്യാൻ കഴിയുമായിരിക്കും. പക്ഷെ തുടർച്ചയായി ഇങ്ങനെ കൊലപാതകം ചെയ്തു പോകുന്ന മാനസികാവസ്ഥ എന്ന് പറയുന്നത് അത് രണ്ട് കാരണങ്ങളാണ്. ഒന്നുകിൽ അഫാന് മാനസികമായി ഏതെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങളും മനഃശാസ്ത്രപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ബോർഡർ ലൈൻ ഡിസോർഡേഴ്സ് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും. മറ്റൊന്ന് സ്വാഭാവികമായും അത് വരാനുള്ള സാഹചര്യങ്ങൾ നാം കാണേണ്ടത് ബോർഡർ ലൈൻ ആണെങ്കിലും ലഹരി ആണെങ്കിലും എന്താണെങ്കിലും ഇത് ആവർത്തിക്കുകയാണെന്നേ. അമ്മയെ കഴുത്തറുത്ത് കൊല്ലുന്ന, അച്ഛനെ കഴുത്തറുത്ത് കൊല്ലുന്ന, ഇവിടെ പറവൂരിലൊരു വീട്ടിൽ കയറി 3 പേരെ നിഷ്ഠൂരം വെട്ടിക്കൊല്ലുന്ന, ജയിലിൽ ജാമ്യത്തിലിറങ്ങി അടുത്ത ആളെ ബന്ധുവിനെ വെട്ടിക്കൊല്ലുന്ന, ഇനി ഒരാളെ വെട്ടിക്കൊല്ലാനുണ്ട്, അയ്യോ അത് പറ്റിയില്ല ഒന്ന് സങ്കടപ്പെടുന്ന ഈ സംഭവങ്ങൾ ആവർത്തിക്കുകയല്ലേ എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങിയാൽ നമ്മളെ ഒരുത്തം ഒന്ന് വെട്ടിക്കൊല്ലിൽ നിന്ന് എന്തുറപ്പ്? ആ ഉറപ്പ് കൊടുക്കേണ്ടത് സർക്കാരല്ലേ? സർക്കാരിന് അതിന് കഴിയുന്നുണ്ടോ? എൻ്റെ ചോദ്യം ഈ സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന് ഞാൻ പറയില്ല, ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ നാട്ടിൽ ഇത് ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ആത്യന്തികമായി പറയേണ്ടത് സർക്കാരല്ലേ ശ്രീ ഭാസ്കർ? അത് പഠനം നടത്തിയാണെങ്കിലും ഏത് വഴിക്കാണെങ്കിലും അത് പറയേണ്ടത് സർക്കാരല്ലേ? നിശ്ചയമായും സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഒരു പഠനം നടത്തേണ്ടതിന്റെ ആവശ്യകത ഉള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോയത്. ഇപ്പോൾ നമുക്കറിയാം, കുടുംബങ്ങൾക്കുള്ളിൽ ഉണ്ടായിട്ടുള്ള ശിഥിലീകരണമായിട്ടുള്ള അവസ്ഥയിൽ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് സ്വാഭാവികമായും പാരന്റിങ്ങിന്റെ പുതിയ പാഠങ്ങൾ രക്ഷകർത്താക്കൾ പഠിക്കേണ്ടതിന്റെ ഒരു സാഹചര്യത്തിലാണ് നിലനിൽക്കുന്നത്. മാത്രമല്ല, നാം എപ്പോഴും വളരെ കൗതുകത്തോടു കൂടി കാണുന്നത് തന്റെ മക്കളൊക്കെ ഗെയിംസിന് അടിമയായി അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ ഗെയിമുകൾ കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. സ്വാഭാവികമായിട്ടും ഞാൻ സംശയിക്കുന്നത് അഫാൻ ഒരുപക്ഷെ ഗെയിമുകളുടെ ഏതെങ്കിലും ഓൺലൈൻ ഗെയിമുകളുടെ അടിമ കൂടിയായിരുന്നിരിക്കണം. സ്വാഭാവികമായും അതിൽ നിന്ന് സ്വാധീനം ഉൾക്കൊണ്ടുകൊണ്ടിട്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇത്തരം ഒരു കൊലപാതകം നടത്താനുള്ള ഒരു സാഹചര്യത്തിലേക്ക് അഫാൻ മാനസികമായി എത്തിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് കരുതാൻ. അത് താങ്കൾ പറയുന്നത് കാര്യം എന്താ അറിയോ? ഈ അഫാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നൊരു ഓട്ടോയിലാണ്. ഓട്ടോക്കാരനോട് പറയുന്നത് അടുത്തുള്ള ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുവിടാനാണ്. കാര്യം ഈ ഓട്ടോക്കാരനെ അഫാന് നേരത്തെ അറിയാം. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവിടാൻ പറഞ്ഞ് എന്താണ് കാര്യം ചോദിക്കും. അപ്പം ഈ വർക്ക്ഷോപ്പിനടുത്താണ് പോലീസ് സ്റ്റേഷൻ. അപ്പോൾ ഓട്ടോക്കാരൻ പറയുന്നത് ഓട്ടോയിൽ കയറിയ അഫാൻ വളരെ പ്രസാദവാനായി കാണപ്പെട്ടു, അവൻ ഫോണിൽ കുത്തി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ഓട്ടോ ഡ്രൈവർ പറഞ്ഞത്. അപ്പോൾ ആ സമയം അവസാന നിമിഷം അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ കീഴടങ്ങാൻ പോകുന്നതിന് മുമ്പ് ഇവൻ ഫോണിൽ കുത്തി കളിച്ചുകൊണ്ടിരുന്ന എന്താണ്, ഫോണിൽ കളിച്ച് എന്താണ്, ഇനി വല്ല ഗെയിമിൻ്റെ ഭാഗമായിട്ടാണോ 5 കൊലപാതകങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കണം.